ആശാനെ ടയറൊക്കെ പക്കല്ലേ? ടയറെല്ലാം പക്ക, വീൽ ബോൾട്ട് എല്ലാം പറിച്ച് എല്ലാം ഓക്കെ അല്ലേ? നമ്മൾ പോവല്ലേ ആശാനെ? പയ്യെ വിട്ടേക്കാം. നമ്മുടെ റൂട്ട് എങ്ങനെ? നമ്മുടെ റൂട്ട് നേരെ കൂടല്ലൂര്, നിലമ്പൂര്, പെരിന്തൽമണ്ണ, പട്ടാമ്പി, തൃശ്ശൂര്, അങ്കമാലി, മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി. അപ്പൊ ആശ വണ്ടി എടുക്കുകയാണ്. ചങ്ങനാശ്ശേരിയാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോ കാടിന്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് പയ്യെ അങ്ങ് പോവാം ഗേസ്. എത്ര കണ്ടാലും കാനന ഭംഗിയുടെ കൊതി തീരില്ല. മുന്നിൽ കിടക്കുന്നത് ലോഡുമായി വന്ന വണ്ടികളാണ്. രാത്രിയിൽ എത്ര നേരത്തെ വന്നാലും എത്ര വൈകി വന്നാലും ബന്ദിപ്പൂർ വനത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വണ്ടി സൈഡിലൊതുക്കി പാർക്ക് ചെയ്യണം. ഹായ് ഗെയ്സ്, കർണാടകയിലെ മൈസൂരിനടുത്തുള്ള ഗുണ്ടൽപേട്ടിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ കവാടത്തിലാണ് നമ്മൾ. രാജ്കോട്ടിൽ നിന്നും അനാറ് കയറ്റി നാട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ഫസ്റ്റ് ഡെലിവറി ചിത്രദുർഗ എന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ഓടിപ്പിടിച്ച് ചിത്രദുർഗ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ലോഡ് ക്യാൻസലായി. ഏറ്റവും അടുത്ത് നമുക്ക് കേരളത്തിലേക്ക് കടക്കാൻ ചിത്രദുർഗയിൽ നിന്ന് നേരെ മൈസൂർ വരിക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൈസൂർ എത്തി, ഗുണ്ടൽപേട്ടെത്തി. ബന്ദിപ്പൂർ കാടുകളിലാണ്. കാടിന്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയുടെ രമണീയതയും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും കൊണ്ട് ഈ വീഡിയോ അനുഗ്രഹീതമാക്കാൻ ഞാൻ ശ്രമിക്കാം. കടുവ, പുലി, നരഭോജികളായ കടുവകളുടെയും പുലികളുടെയും നിറസാന്നിധ്യമാണ് ബന്ദിപ്പൂർ. ആനയുടെയും കരടിയുടെ ഒക്കെ ഫോട്ടോ. മാൻ 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 ഹായ് ടുട്ടു. നിലമ്പൂര് എങ്ങോട്ടാ? നിലമ്പൂര് നാട്ടിൽ നിന്ന് കാട് കയറി മൈസൂരിലേക്ക് പോകാനായിട്ട് 3 കവാടങ്ങളാണ് ഉള്ളത്. ഒന്ന് മാനന്തവാടി കുട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഷിമോഗ എത്തുന്ന ഒരു വഴി. അത് രാത്രികാലങ്ങളിൽ സഞ്ചാരയോഗ്യമാണ്, കാടടയ്ക്കത്തില്ല. പിന്നുള്ളത് വയനാട് ചുരം കയറി മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ടെത്താം. പിന്നൊരു വഴിയാണ് വഴിക്കടവ്, നിലമ്പൂര്, കൂടല്ലൂർ വഴി ഭയപ്പെട്ട് നിൽക്കുന്ന ഗുണ്ടൽപേട്ട്. നിലമ്പൂര് അവസാനം പറഞ്ഞ 2 കാടുകളും രാത്രികാലങ്ങളിൽ അടച്ചിടും. വൈകുന്നേരം വരെ പ്രവേശിക്കാം. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം വെളുത്ത് 6 മണിക്ക് കാട് തുറക്കുകയുള്ളൂ. പ്രധാനമായും പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഗുണ്ടൽപേട്ട് സൈഡിൽ നിന്ന് നാട്ടിലേക്ക് ഒരുപാട് ലോഡാവുന്നുണ്ട്. ഈ വഴി നാട്ടിലേക്ക് കടക്കാൻ KSRTC, സ്വിഫ്റ്റ്, കർണാടകയുടെ ഐരാവത് ഒരുപാട് വണ്ടികൾ കാണാനിടയായി. നാട്ടിലേക്ക് പോകാനും തിരികെ മൈസൂരിലേക്ക് വരുന്നതുമായ വണ്ടികൾ. ഗെയ്സ്, വണ്ടികളൊക്കെ പെതുക്കെയാണ് വരുന്നത്. മുന്നോട്ട് ബ്ലോക്ക് ആണെന്നാണ് പറയുന്നത്. പോക്കിരി ആന, പരിപ്പ് വണ്ടി അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നാണ് നമ്മുടെ വണ്ടിക്കാർ പറയുന്നത്. നമുക്ക് പോക്കിരി ആനയെ ഒന്ന് കാണാം. നമ്മൾ തമിഴ്നാട് എൻട്രൻസിലേക്ക് കയറി. ഇത് മധുമലൈ ടൈഗർ റിസർവിലൂടെയാണ്.
കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് വനമേഖലയാണ്. കൊലകൊല്ലി കൊലകൊല്ലി പ്രശ്നക്കാരൻ കൊലകൊല്ലി. കൊലകൊല്ലി പ്രശ്നമുണ്ടാക്കിയിട്ട് പോകുകയാണ്. പ്രശ്നക്കാരൻ കൊലകൊല്ലി പ്രശ്നമുണ്ടാക്കിയിട്ട് ദേ മേളിൽ കയറി തീറ്റയെടുക്കുകയാണ്. കൊലകൊല്ലി 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 ഇങ്ങോട്ട് വേടാ കൊലകൊല്ലി. അങ്ങനെ നമ്മൾ കൊലകൊല്ലിയെ കൊണ്ടു. ഇവനാണ് കൊലകൊല്ലി എന്നറിയപ്പെടുന്ന പോക്കിരി രാജ. പോക്കിരി രാജ, പോക്കിരി രാജ. നമ്മൾ കേരളത്തിലേക്ക് കടന്നു ഗെയ്സ്.